ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കൂർക്ക നന്നാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ കൂർക്കുപ്പേരി വെക്കുമ്പോൾ എന്തായാലും ഞാൻ റെസിപ്പി ഇടുന്നത് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാനിതേ മീൻകറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതേ കൂർക്ക ആദ്യം വേവിക്കാൻ വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് നന്നായി വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ മീൻകറിക്കുള്ളതും അതുപോലെ തന്നെ കൂർക്ക മൂപ്പിക്കാനുള്ള കുറച്ച് ഉള്ളിയും മുളകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിഞ്ഞെല്ലാം സെറ്റാക്കി. അപ്പോൾ ഇതേ ഞാൻ ഇന്ന് ചെറുള്ളിയും വെളുത്തുള്ളി കേട്ടോ മീൻകറിയിലേക്ക് എടുത്തിരിക്കണത്, അല്ലെങ്കിൽ സബോളയിൽ എടുക്കാറ്. അപ്പോൾ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതേ ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കാൻ വെച്ചു. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കേട്ടോ ഞാൻ മീൻ ഇടുന്നത്. അപ്പോൾ നല്ല കുഞ്ഞമ്മത്തി ആടുന്നു കേട്ടോ. പിന്നെ അതേ കൂർക്കയിലേക്കാണ് ചെറുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചു. അതിനുശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുത്തി മൂപ്പിക്കാന്ന് പറയില്ല, അതാണ് കേട്ടോ സംഭവം. അങ്ങനെ അതേ മുളക് പൊടി കരിയാണ്ട് നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കൊത്തുമുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ കൂർക്ക വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒറ്റിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതേ സംഭവം സെറ്റാക്കി കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ മുളക് പൊടി ഇട്ടിട്ട് കുത്തി മൂപ്പിച്ച് വെക്കണത്. എനിക്കിങ്ങനെ വെറുതെ കട്ടൻ ചായക്കൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കൂർക്കുപ്പേരി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കുറച്ചല്ലാട്ടോ, കുറച്ച് അധികം ഉണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത്. അത് നന്നായി എല്ലാം കഴുകി വെക്കുന്നുണ്ട്. രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ മീനിൻ്റെ നന്നായി തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചേക്കണത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി, ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പി ഇട്ടുണ്ട്, സെയിം റെസിപ്പിനെ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കൂർക്കുപ്പേരി ആയതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് അടച്ച് വെക്കും കേട്ടോ. പിന്നെ എനിക്ക് മീൻ വറുക്കാനുള്ളത് ഞാനിതേ പരട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിക്കാൻ നേരത്തേക്ക് ഇട്ട് ഒരു അരമണിക്കൂർ മുന്നേ വറുത്തെടുക്കുള്ളൂ, എന്നാലേ കുറച്ച് ചൂടോടുക്കനെ മുരിഞ്ഞ് കഴിക്കാൻ പറ്റുള്ളൂല്ലോ. പിന്നെ ഇതേ മീൻകറി കേട്ടോ, മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതേ നല്ല കുഞ്ഞൻ ചാള മീൻകറിയാണ് കേട്ടോ. ഇന്നത്തെ ഉച്ചത്തേക്ക് നല്ല മീൻകറിയും മീൻ വറുത്തതും കൂർക്കുപ്പേരി കേട്ടോ. അപ്പം നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ എന്തായാലും. പിന്നെ ഞാനിത് അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി, മീനൊക്കെ വറുത്തതല്ലേ അപ്പോൾ കുറച്ചധികം ക്ലീൻ ആക്കാണ്ടായിരുന്നു. പിന്നെ മീനിൻ്റെ സ്മെല്ലൊക്കെ നന്നായി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാമ്പ്രാണി ഇതേ ഇവിടെയും കൂടി ഒന്ന് കത്തിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിതേ ഹോളിൽ കുറച്ചേരം ഫാനൊക്കെ ഇട്ടിട്ടിരുന്നു. നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലും ഉണ്ട് അതിൻ്റെ കൂടെ. അങ്ങനത്തെ കുറച്ചേരം ഫാനൊക്കെ ഇട്ട് TV ഒക്കെ കണ്ടിട്ട് ഇതേ ഹാളിലിരുന്നു. പുറത്ത് നമ്മുടെ മതിലിൻ്റെ പണി അവിടെ തകൃതിയായിട്ട് ചേട്ടതേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.